Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നീ ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്നാണ്. എന്താണ് ചോദ്യം? നീ ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. ഇന്നലെ നമ്മൾ വായിച്ചത് ഈശോയ്ക്ക് ജനങ്ങളോടുള്ള കരുണ, ഈശോയ്ക്ക് ജനങ്ങളോട് കരുണ തോന്നി എന്നതിനെ കുറിച്ച്. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുകയായിരുന്നു. അപ്പൊ ഈശോയ്ക്ക് അവരോട് കരുണ തോന്നിയപ്പോ ഈശോ എന്ത് ചെയ്തു? കരുണ തോന്നി, എനിക്ക് ഭയങ്കര കരുണ തോന്നുന്നു എന്നും പറഞ്ഞ് അവിടുത്തെ തലയ്ക്ക് കൈയും കൊടുത്ത് താടിക്ക് കൈയും കൊടുത്തിരുന്നില്ല. ഈശോയ്ക്ക് കരുണ തോന്നിയപ്പോൾ ഈശോ ആ കരുണയും വഹിച്ചുകൊണ്ട് പോകാൻ തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എല്ലായിടത്തും പോകുക, വഴിതെറ്റിപ്പോയവരെ, നഷ്ടപ്പെട്ട ആടുകളെ, ഇസ്രായേൽ ജനത്തിന്റെ നഷ്ടപ്പെട്ട ആടുകളെ വീണ്ടും കർത്താവിലേക്ക് മടക്കി കൊണ്ടുവരിക. ശിഷ്യന്മാരെ ഈശോ അയക്കുന്നത് തനിക്ക് വേണ്ടി അധ്വാനിക്കാനാണ്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ശിഷ്യന്മാര് പോയതും പ്രഘോഷിച്ചതും രോഗികളെ സുഖപ്പെടുത്തിയതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും പിശാചുക്കളെ പുറത്താക്കിയതും എല്ലാം ആർക്കു വേണ്ടിയാണ്? ഈശോയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് ആർക്കു വേണ്ടിയാണ്? ഹല്ലേലൂയ. നമ്മൾ പഠിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. മേരി ചേച്ചി സത്യം പറഞ്ഞു. നമ്മൾ പഠിക്കുന്നത്, ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? എല്ലാം നമുക്ക്. എന്ത് ചോദ്യത്തിന് ഉത്തരവും നമുക്ക്. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിച്ചതും തന്റെ കൂടെ നിർത്തിയതും അയച്ചതുമെല്ലാം ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത്, ഞാൻ എത്രമാത്രം ഈശോയുടെ കരുണയും വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകുന്നുണ്ട്. ഞാൻ എന്ത് വഹിച്ചുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് പോകുന്നത്? ഈശോ പറഞ്ഞു, എനിക്ക് കരുണ തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ പോയി വചനം പ്രഘോഷിക്കുക. ഹല്ലേലൂയ. 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 ഇന്ന് ഇത് ബലിയിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ലിദിയ സിസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രത്യേകം സിസ്റ്ററിനെ നമുക്ക് കൈയടിച്ച് ജന്മദിനത്തിന്റെ ആശംസകൾ, എല്ലാ മംഗളങ്ങളും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം. ഈശോ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി അയക്കപ്പെടുന്നൊരു ജീവിതമാണ്, ഒരു ജന്മമാണ് എൻ്റേത്. എന്നിട്ടും ഞാൻ ഈശോയെ പോലെ ജീവിക്കാതിരുന്ന സമയങ്ങളെ ഓർത്ത്, ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാതിരുന്ന സമയങ്ങളെ ഓർത്ത്, ഈശോയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കാതിരുന്ന സമയങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ.